പാതകരത്തിന്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്ക് പുതിയ ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹരിപ്പാടാണ്. മലയാള സിനിമയുടെ നല്ല ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് മനസ്സുകൊണ്ട് ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമ പുറത്തിറങ്ങാൻ പോകുന്നു. ജീവൻ എന്നാണ് അതിന്റെ പേര്. ജീവന്റെ ജീവനായ വിനോദ് നാരായണന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് ഈ സിനിമയുടെ വിശേഷങ്ങളും ചിത്രീകരണ സമയത്ത് അനുഭവിക്കേണ്ടി വന്ന ടെൻഷനുകളും ഒക്കെ നമുക്ക് പങ്കുവെക്കാം. നമസ്കാരം. വിനോദ, മലയാള സിനിമയിലെ ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകൻ എന്ന നിലയിലേക്ക് ജീവൻ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോഴേക്കും അറിയപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് മാത്രമല്ല, ഈ സിനിമയുടെ ഒരു ഭാഗമാകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ആ സിനിമയ്ക്ക് വേണ്ട കഷ്ടപ്പാടുകൾ എന്തായാലും ഒരു ഫലം കാണുന്നുള്ള 100% ഉറപ്പുണ്ട്. സിനിമ എന്നുള്ളത് പലപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സിനിമ ഒരിക്കലും വിനോദം പറഞ്ഞ പോലെ സംഭവിക്കുകയാണ് സിനിമ. നമ്മൾ എത്രത്തോളം തന്നെ അതിന്റെ പിറകെ പോയാലും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മൾ കഥ പറയുന്നതിനോ അല്ലെങ്കിൽ എഴുതി വെക്കുന്നതിനോ അപ്പുറം ഇത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ഇതിന് പൈസ മുടക്കാനുള്ള ഒരാൾ വേണം. തീർച്ചയായിട്ടും. അല്ല, വിനോദനെ പോലെയുള്ള ഒരു 2 സിനിമ മുൻപ് ചെയ്തിട്ടുള്ള ആളാണ് എങ്കിൽ പോലും ഒരു കഥ പറയുമ്പോഴും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഒരാൾ എത്തിപ്പെട്ടതിനെ പറ്റി എന്താണ് പറയുന്നത്? നല്ലൊരു സിനിമ നമ്മുടെ മനസ്സിൽ സബ്ജക്റ്റ് മാത്രം പോരാ, ആ സബ്ജക്റ്റ് നമ്മൾ എങ്ങനെ നമ്മുടെ നിർമ്മാതാക്കളിലേക്ക് എത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സത്യത്തിൽ ഇതിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ വശങ്ങളെ പറ്റി. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ തലമുറയിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പ്രതിഭയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരോരോന്നും അവർക്കുള്ള കൃത്യമായ സ്പേസ് കണ്ടെത്തുന്നു. അപ്പം നമ്മൾ അതിനെ കുറച്ചുകൂടെ പ്രൊഫഷണലായി കാര്യങ്ങൾ, അപ്പം അത് കൃത്യമായിട്ട് ഒരു പ്രൊഡ്യൂസറിലേക്ക് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് സത്യത്തിൽ അവരും നമ്മളുടെ ഭാഗമാകുന്നത്, പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നത്. ഗോവിയ ഫിലിംസിൻ്റെ ബാനറിൽ റൂബി വിജയൻസ് അവതരിപ്പിച്ച് സുനിൽ പണിക്കരും വിഷ്ണു വിജയനും ചേർന്നാണ് ജീവൻ എന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് നിന്റെ പേര്? ജീവൻ. എന്താ നിന്റെ പണി? സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഒരു സിനിമ ജനിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സംഭവിക്കുക എന്നുള്ളത് ഒരുപാട് നാളിന്റെ കഷ്ടപ്പാടുകളാണ്. അപ്പൊ പലപ്പോഴും ഒരു സിനിമയെല്ലാം യാഥാർത്ഥ്യമാവും എന്നൊരു 100% ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ള ഈ പ്രമുഖരായ കുറെ നടന്മാരെയാണ്. പക്ഷെ വിനോദൻ അതിൽ നിന്നൊക്കെ മാറിയിട്ട് സിനു സിദ്ധാർത്ഥ് എന്നുള്ള ഒരു നടനിലേക്ക്, ഒരു ക്യാമറാമാൻ കൂടിയാണ് അദ്ദേഹം, ഈ സിനിമയുടെ ക്യാമറാമാൻ കൂടിയാണ് സിനു സിദ്ധാർത്ഥിലേക്ക് ആ കഥാപാത്രം ഭദ്രമാകും എന്ന് വിനോദന് തോന്നിയത് എപ്പോഴാണ്? ടൈറ്റിൽ കഥാപാത്രമായ ജീവൻ ഉൾപ്പെടെ ഈ 100-100ഓളം പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനെല്ലാം പുതിയ ആൾക്കാർ വേണം എന്ന് തന്നെ ആദ്യമേ ഫിക്സ് ചെയ്തിരുന്നു. അതിനായിട്ട് സിനിമ ഒരിക്കലും നമ്മുടെ ടൈറ്റിൽ കഥാപാത്രം ജീവൻ ആയിട്ട് എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. നമ്മൾ DOP ആയിട്ടാണ് തീർച്ചയായിട്ടും ഫിക്സ് ചെയ്തത്. ഞങ്ങളിതിനു മുമ്പ് ബെൽസൺ വിൻഡർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലേക്ക് DOP ആയിട്ട് സിനിമയെ വിളിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ തുടങ്ങുന്ന സൗഹൃദം, അവിടെ തുടങ്ങുന്ന 13 വർഷം മുമ്പ് തുടങ്ങുന്ന സൗഹൃദമാണ്. അപ്പൊ ഇതിലേക്ക് വന്ന് ഓരോ തവണ ഇതിന്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോഴും സിനു ഞാനറിയാതെ തന്നെ, അല്ലെ സിനു പോലും അറിയാതെ, ഈ ജീവൻ എന്ന ക്യാരക്ടറിന്റെ ചലനങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ആയിട്ട് വല്ലാതെ താതാത്മ്യം പ്രാപിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന് മറ്റൊരു പ്രത്യേകതയാണ്. എൻ്റെ കുറച്ച് നാളത്തെ ജീവിതം ആണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ചലനങ്ങൾ ഒക്കെ ആയിട്ട് സിനു വല്ലാതെ സ്വിച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകടമായപ്പോഴാണ് ഈ ജീവൻ എന്ന ടൈറ്റിൽ റോള് സിനുവിനെ ഏൽപ്പിക്കുക എന്ന് വിചാരിച്ചത്. ഒട്ടും
പ്രതീക്ഷിക്കാതുള്ള ആ ചോദ്യം. കാരണം അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നുമില്ലല്ലോ. അഭിനയിക്കാമെന്നല്ല, DOP ആകാൻ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ സ്കൗട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും അതിന്റെ ഓട്ടങ്ങളിലും ഒക്കെ പെട്ടു നിൽക്കുമ്പോഴേ ആണ് സിനുവിന്റെ അറിയാതെയുള്ള ഈ മാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്നതും അതിലേക്ക് എത്തുന്നത്. പക്ഷെ പതിയെ ആ കഥാപാത്രം അത്രയധികം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും സിനു അതിന് സമ്മതിക്കുകയും ആത്മവിശ്വാസം വന്നു. ആത്മവിശ്വാസം വന്നു. ഇരുൾ മൂടിയോ അനുതാപമേഘമാകെ വിടവാങ്ങിയോ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കില്ലേ ഒരു ക്യാമറമാൻ മുഴുനീളം ഒരു വേഷം ചെയ്യുന്നു എന്നുള്ളത്? അതെ അതെ, മലയാള സിനിമയിൽ നിന്നല്ല, ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ, ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. അപൂർവങ്ങളായിരിക്കും. അതെ അതെ, അപൂർവമാണ്. നായകൻ തന്നെ അല്ലെ DOP തന്നെ നായകനായി പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. കാരണം രണ്ട് സമ്മർദ്ദങ്ങളാണ് വരുന്നത് അല്ലേ? അതെ അതെ അതെ. ശരിക്കും ഒരുപാട് പ്രഗത്ഭരായ ഛായാഗ്രാഹകന്മാര് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ ചെയ്യാന്ന് പറയുന്ന ഒരു അധിക ജോലി, ഭയങ്കര പ്രഷറാണ്. പക്ഷെ അത് കൃത്യമായിട്ട് അതിന്റെ കൃത്യമായ അളവിൽ ചെയ്തു എന്നുള്ളതാണ്. ക്യാമറാമാൻ തന്നെ നായകനാകുന്നു എന്ന അപൂർവതയ്ക്കൊപ്പം തന്നെ സ്വന്തം ജീവിതം തന്നെ എഴുതി അത് സംവിധാനം ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു അപൂർവതയിൽ പെട്ടണല്ലേ ഇതിനോട്ട്? ഒരുപക്ഷെ ആയിരിക്കും. റിയൽ സ്റ്റോറീസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മറ്റൊരാളുടെ ജീവിതത്തെ ബേസ് ചെയ്തോ അല്ലെ ജീവചരിത്രം എഴുതിയിട്ട് നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്വന്തം ജീവിതം എഴുതി സംവിധാനം ചെയ്യുക എന്നൊരു ഭാഗ്യം, ഒരുപക്ഷെ ഭാഗ്യമാണ്. അത് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിൽ വരുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ സാങ്കല്പികമല്ലല്ലോ. വിനോദന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകളില്ലേ അതിനകത്ത് വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മള് കുറച്ച് കാലമേ മദ്യപിച്ചിരുന്നുള്ളൂ എങ്കിലും ആ ഒരു കാലയളവിൽ വന്നുപോയ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതിനു മുമ്പ് തന്നെ നന്നായിട്ട് സൗഹൃദങ്ങളുള്ള ഒരാളായിരുന്നു ഞാൻ. ഈ കാലഘട്ടത്തിൽ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പം അവരെ കൃത്യമായി ഈ സിനിമയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കൊമ്പന്റെ കണക്കൊക്കെ ഈ ഷാപ്പില് ഞാനൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് കാണണോ? കള്ളം പറയാത്ത കള്ള്, കടക്കണ്ണൊന്നിളക്കണ കള്ള്. വിനോദേട്ടൻ ജീവിച്ചത് തീർത്ത കഥയിലെ അല്ലെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ജീവൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞു. ഇപ്പം മദ്യപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ സൗഹൃദങ്ങളും അല്ലെ ആ സമയത്തുള്ളതും ഇപ്പം എല്ലാം നിർത്തി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ സമയത്തുള്ള സൗഹൃദങ്ങളും കൂട്ടി യോജിക്കുമ്പോൾ നല്ല സൗഹൃദങ്ങള് എങ്ങനെ തിരിച്ചറിയും? അല്ല, നമുക്ക് അത് എനിക്ക് മാത്രമല്ല എല്ലാ മനുഷ്യരിലും ഒരു മോശം സമയത്ത് നമ്മൾക്കൊപ്പം ഉണ്ടാകുന്നതാണ്. അതെ, ഉണ്ടാകുന്നവരാണ് ശരിക്കും നല്ല സൗഹൃദം. ആ സമയത്തും ഇപ്പോഴും ഏത് കാലത്തും അവർക്ക് നമ്മളെന്ന വ്യക്തി ആണ് മുഖ്യം. നമ്മളെ ഇന്ന ടൈമിൽ ഇങ്ങനെ പോയി എന്നുള്ളതൊന്നുമല്ല. അവർക്ക് ആ ബന്ധങ്ങൾ അന്നും ഇന്നും എന്നും ഉള്ളതാണ്. ഒരു 22 വർഷത്തോളമായി സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരു ഡയറക്ടർ എന്നുള്ള ആണ് എനിക്ക് തോന്നിയിട്ടുള്ള വിനോദനെ പറ്റി പലപ്പോഴും. കാരണം നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നു, അവർ കൃത്യമായിട്ട് അവരുടെ ജോലികളൊക്കെ തീർത്തു പോകുന്നു എന്നുള്ളത് വിനോദേട്ടന്റെ ഈ സൗമ്യമായ പെരുമാറ്റം വളരെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സമ്മർദ്ദങ്ങളില്ല, തെറിവിളികളില്ല, ചീത്തവിളികളില്ല, ബഹളങ്ങളില്ല. അങ്ങനെ ഒരു എത്രയും സൗമ്യമായിട്ട് ഇത്രയും ടെൻഷനുകൾക്കിടയിൽ ഇത്രയും സൗമ്യമായിട്ട് പെരുമാറാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാതെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. എന്റെ കാഴ്ചപ്പാട് ഈ സംവിധായകൻ എന്ന് പറഞ്ഞ അലറിക്കൂവുന്ന ഒരാളല്ല. നമ്മള് ഒരു 10-45 പേരുടെ മുമ്പിൽ
ലൊക്കേഷനിൽ ആവറേജ് ചെറിയ വർക്കുകളെ സംബന്ധിച്ച് ആവറേജ് 10-45 പേരാണ്. അവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കേണ്ട ആളല്ല ഒരു കുടുംബം എന്നുള്ള പോലെ അതെ കാണുന്നത്. അതെ. പ്രത്യേകിച്ച് ഇതിൽ നിന്നല്ല, എത്ര വലിയ പ്രോജക്റ്റ് ആണെങ്കിലും എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ഷോട്ട് അല്ലെ ഫസ്റ്റ് ടേക്ക് സമയത്ത് വരുമ്പോഴേ അത് ശരിയായില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് അടിക്കും. അവർക്ക് ചെയ്യാൻ എത്ര കഴിവുള്ളവരാണെങ്കിൽ പോലും അവര് ഒന്നൊന്ന് പിൻവലിയും. അവരെ കംഫർട്ടബിൾ ആക്കുക, അവരെ കൃത്യമായിട്ട് അവരിപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, സമ്മർദ്ദങ്ങളില്ലാതെ. കാരണം എന്നാൽ മാത്രമേ ഇതിനകത്ത് ഇത്രയധികം ആർട്ടിസ്റ്റുകളുണ്ട്, അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഒരുപക്ഷെ പ്രീ പ്രൊഡക്ഷൻ ഏരിയയിൽ മുതൽ ഒരുപക്ഷെ അങ്ങനെയാണ്. അത്രയും നല്ലൊരു സഹകരണമാണ്. എനിക്ക് തോന്നുന്നു ആ സൗമ്യമായ പെരുമാറ്റം കൊണ്ടായിരിക്കും വർക്ക് ചെയ്ത ആളുകൾക്ക് ആത്മാർത്ഥത കൂടാനും വളരെ നല്ല രീതിയിൽ തന്നെ വലിയ ടെൻഷൻ ഇല്ലാതെ സമയം അധികം മെനക്കെടുത്താതെ തന്നെ വർക്ക് ചെയ്യാൻ പോയതും അങ്ങനെ തന്നെയായിരിക്കും. അവര് ഫ്രീ ആണ് അവിടെ. നമ്മൾ ഈ ലൊക്കേഷനില് എല്ലാരും ഒരേപോലെയാണ്, വലിപ്പച്ചെറുപ്പങ്ങളില്ല, ഭയക്കണ്ട, ഭയക്കാതെ തന്നെ മറ്റൊരു സിംഹത്തിന്റെ മടകിൽ വന്നു നിന്ന് ഒരു അനുഭവം പലപ്പോഴും ലൊക്കേഷനിൽ ഉണ്ടാവും, കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇതങ്ങനൊന്നുമില്ല. അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്താണ്, നമുക്കൊരു മീറ്റർ വെച്ചിട്ടുണ്ട്, ആ മീറ്ററിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം അവരെ വളരെ കംഫർട്ടബിൾ ആയിക്കൊണ്ട് നേടിയെടുക്കുക. അത് മാത്രം. അത് ഈ സ്വഭാവം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ബേസിക്കലി നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മദ്യം എന്നുള്ളതാണ്. അപ്പോൾ മദ്യം എന്ന് കേൾക്കുമ്പോൾ ഒരു സിനിമ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് സ്പിരിറ്റ്, ഈ ജയസൂര്യയുടെ പടം വെള്ളം, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇതിൽ നിന്നും എന്താണ് വ്യത്യസ്തതയാണ് വിനോദന് ജീവൻ എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ജീവൻ സിനിമ ആദ്യമായിട്ട് മദ്യത്തിന്റെ ഒരു അവസ്ഥ, മദ്യം ഏറ്റവും കൂടുതൽ ആന്തരികമായിട്ട് ബാധിക്കുന്നത് ലിവറിനെയും കിഡ്നിയും ഒക്കെയാണ്. പക്ഷെ ഇവിടെ ജീവൻ എന്ന കഥാപാത്രത്തെ ബാധിച്ചിരിക്കുന്നത് ജീവന്റെ ബ്രെയിനിനെയാണ്. ബ്രെയിനിനെ ബാധിച്ച് ഹാലൂസിനേറ്റഡ് ആകുക എന്ന് പറയും. ജീവൻ ഹാലൂസിനേറ്റഡ് ആയി. അവന്റെ ഭ്രമാത്മകമായ ചിന്തകളിലൂടെ, കാഴ്ചകളിലൂടെ ആണ് പിന്നീട് അവന്റെ യാത്ര. ഇല്ലാത്ത കാഴ്ചകൾ കാണുകയും ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ജീവന്റെ യാത്ര. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ സിനിമയിൽ ഇത്രയധികം കഥാപാത്രങ്ങളും ഇത്രയധികം ലൊക്കേഷനുകളും ഒക്കെ വന്നത്. ഈ കഥാപാത്രങ്ങളിൽ ചിലരൊന്നും ശരിക്കും ജീവിച്ചിരിപ്പില്ല കഥയിൽ, സിനിമയിൽ. പക്ഷെ ജീവന് അവരെ കാണാം, അവരുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതാണ് മറ്റു സിനിമയും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഈ പടത്തിന്റെ ഒരു വലിയൊരു പ്രൊജക്ടിന്റെ ഒരു ഭാഗമായിട്ടുള്ള മറ്റു ആളുകൾ ആരൊക്കെയാണ് ഇതിനകത്ത്? ജീവന്റെ ഒരവസ്ഥയിൽ, ക്രോണിക് ആൽക്കഹോളിക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ജീവന്റെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ പഞ്ചർ കട നടത്തുന്ന ദിനേശൻ, പഞ്ചർ ദിനേശൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ PD എന്നറിയപ്പെടും. അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സുനിൽ പണിക്കരാണ്. പിന്നീട് ജീവന്റെ അച്ഛൻ കഥാപാത്രം ആയിട്ടുള്ള സ്വാതന്ത്ര്യം പേരാണ് സ്വാതന്ത്ര്യം. അതായത് ജീവന് സ്വന്തം മകനെ പോലല്ല, കൂട്ടുകാരെ പോലെയാണ്. എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്ത ഒരാൾ. സ്വാതന്ത്ര്യം എന്നാണ് അച്ഛൻ്റെ പേര്. അത് ചെയ്തിരിക്കുന്നത് റൂബി വിജയേട്ടനാണ്. ജീവന്റെ അമ്മ ശ്രീമതി, ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് പ്രശസ്തയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നവോമി മനോജാണ്. പിന്നെ ജീവന്റെ വൈഫ് കായൽ എന്നാണ് പേര്, നായിക. അത് പ്രീതി ക്രിസ്റ്റീന പോളാണ് ചെയ്തിരിക്കുന്നത്. കായൽ എന്ന് പറയുന്ന ഭർത്താവിന്റെ അമിത മദ്യപാനം മൂലം ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും സ്വന്തം ജീവിതം ജീവിച്ച് ബോധ്യപ്പെടുത്തിയ ആളാണ് ജീവന്റെ ഭാര്യ.
കായൽ എന്ന ഹിന്ദി വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആരെയും ആശ്രയിക്കാതെ സ്വന്തം ജീവിതം ജീവിച്ച് ബോധ്യപ്പെടുത്തിയ ആളാണ് ജീവൻ്റെ ഭാര്യ. മറ്റൊരു പെൺ സുഹൃത്തുണ്ട്, കെമ്പോസ്റ്റെല്ല. അത് അവതരിപ്പിച്ചിരിക്കുന്ന ബിബിയ ശാന്താണ്. കെമ്പോസ്റ്റെല്ലയുടെ അർത്ഥം ഒരു സ്പാനിഷ് ടൈമാണ്, നക്ഷത്രക്കൂട്ടം. പേരിന്റെ അർത്ഥം. അതെ, നക്ഷത്രക്കൂട്ടം എന്നാണ്. പിന്നെ ജീവന്റെ ബാല്യകാല സുഹൃത്തും കൊളീഗും ഒക്കെ ആയിട്ടുള്ള കഥാപാത്രമായ പ്രൈസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സുഭാഷ് പന്തളമാണ്. പുതിയ ആളാണ്. പിന്നെ അതെ. പിന്നെ ജീവന്റെ മകളുടെ പേര് കനി എന്നാണ്. കനിയുടെ 2 കാലഘട്ടം, കനിയുടെ മാത്രമല്ല 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. 2 കുട്ടികളെ അവതരിപ്പിക്കുന്നു, 2 മിടുക്കി കുട്ടികളെ. തീരെ ചെറുപ്പമായിട്ടുള്ള കനിയെ അവതരിപ്പിക്കുന്നത് അദ്വിക എന്ന് പറയുന്ന കുട്ടിയാണ്. കുറച്ചുകൂടെ മുതിർന്ന കനിയായിട്ട് വന്നിരിക്കുന്നത് ഇസ്രയാണ്. ഒരു സിനിമയുടെ വിജയത്തിന് അതില് വന്നിരിക്കുന്ന ടെക്നീഷ്യന്മാർ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അക്കാര്യത്തിലും ജീവൻ എന്ന് പറയുന്ന സിനിമ വളരെ ഒരു മികച്ച തന്നെ ഒരു നിലവാരം ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം വളരെ പ്രതിഭാധനരായിട്ടുള്ള ടെക്നീഷ്യന്മാരെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ DOP സിനു സിദ്ധാർത്ഥ് ചെയ്യുമ്പം അതിന്റെ ഓപ്പറേറ്റീവ് ക്യാമറമാർ സിനുവിന്റെ ശിഷ്യന്മാരെ തന്നെയാണ് അരവിന്ദ് ഉണ്ണി, മാത്യു പ്രസാദ് കെ, പിന്നെ രാജേഷ് രാമൻ, ശരത്ത്, വിപിൻ ഷാജി, ഇവരാണ് ഓപ്പറേറ്റീവ് ക്യാമറമാർ. എൻ്റെ മേക്കപ്പ് അനിൽ നേമമാണ്, കോസ്റ്റ്യൂംസ് വീണാജി, ആർട്ട് ഡയറക്ടർ രജേഷ് കെ സൂര്യ, പിന്നെ എഡിറ്റർ നമ്മുടെ ബാബു രത്നം, ട്രെയിലർ കട്ട്സ് ഡോൺ മാക്സ് ആണ്. മ്യൂസിക് ഏരിയ വരുമ്പോഴത്തേക്ക് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. ഷിബു ചക്രവർത്തിയാണ് ലിറിക്സ്. 3 സോങ്ങാണുള്ളത്. അതിൽ ഒരു സോങ് കടല് കാണാത്ത എന്ന് പറയുന്ന സോങ് പാടിയിരിക്കുന്നത് കണ്ണൂർ ഷെരീഫും ആദിരാജനകനും കൂടെയാണ്. മതിലേഖ മാഞ്ഞു എന്ന പാട്ട് പാടിയിരിക്കുന്നത് വർഷ രഞ്ജിത്താണ്. പിന്നെ കള്ളുപാട്ട് പാടിയിരിക്കുന്നത് സിനുവിൻ്റെ വോയിസ്, ലീഡ് വോയിസ് വന്നിട്ട് ഗോപി സുന്ദറിൻ്റെ എഞ്ചിനീയർ രജത്താണ് അത് പാടിയിരിക്കുന്നത്. ആക്ഷൻ കൊറിയോഗ്രാഫി ഡ്രാഗൺ ജിറോഷും. നമ്മുടെ പാട്ട് സീനൊക്കെ ഇത്രയും മനോഹരമാക്കാൻ സഹായിച്ച കൊറിയോഗ്രാഫർ ഡെന്നി പോളാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം രഞ്ജിത്ത് കൊയിലാണ്ടി നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഒരു ദിവസം കണ്ടപ്പോൾ ഒരു കഥാപാത്രത്തെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് അഭിനയിക്കാവോ എന്ന് ചോദിച്ച് കയ്യോടെ അങ്ങ് പൊക്കിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരൻ്റെ വേഷം അങ്ങ് അവതരിപ്പിച്ചു. എല്ലാവർക്കും ഇച്ചിരി ദേഷ്യമുണ്ട്. കാരണം നമ്മുടെ ജീവനെ വീട്ടിൽ ഇച്ചിരി ഇഷ്യമായിട്ട് ചെന്ന ജീവനെ അവിടെ നിന്ന് ജീവന്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പിയും മേടിച്ച് അടിച്ചിട്ട് പാതിരാത്രിക്ക് അവിടെ നിന്ന് ഇറക്കി വിട്ടാണ്. മനുഷ്യത്വമില്ലാതെ ഇറക്കിയിട്ട് ഇറങ്ങി പോടാ ഉള്ള വിറ്റും പോയി എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവനെ ഇറക്കി വിട്ട ആളാണ്. മലയാള സിനിമയിലേക്കുള്ള പുതിയ പക്ഷേ ഗംഭീരമായി അതിനൊരു കൈ. നമ്മൾ ഇത്ര നേരം സംസാരിച്ചിരുന്നത് സിനിമയെ പറ്റിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ കുടുംബപരമായിട്ട് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, വിനോദൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛന് നാരായണൻ റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചു. അമ്മ സരോജം അധ്യാപികയായിരുന്നു. എനിക്കൊരു സഹോദരനാണുള്ളത്. അദ്ദേഹം കൊല്ലത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. സജു എന്നാണ് പേര്. ചേട്ടത്തി ബീനാമ നമ്മൾ വിളിക്കും. മക്കള് ശംഭുവും ചന്തുവും എല്ലാവരും കൊല്ലത്താണ്. ഞാൻ വീട്ടിലെ കുടുംബത്താണ്. വൈഫും
വൈഫിൻ്റെ പേര് ആശ എന്നാണ്. മകൾ ഗൗരി നിവേദിത. മോളിപ്പം കോവിഡ് ടൈമിൽ ബിടെക് കഴിഞ്ഞിറങ്ങിയിട്ട് ആ സമയത്ത് തന്നെ ജോലി കിട്ടി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇതാണ് കുടുംബ പശ്ചാത്തലം. ജീവൻ സിനിമയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു പിടി നല്ല ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ജീവനും ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. മലയാളത്തിന്റെ ആ പുതിയ ദൃശ്യ വിസ്മയത്തിനായി നമുക്ക് കാത്തിരിക്കാം. പാതിവാരത്തിന്റെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ഈ എളിയ സംരംഭം വിജയിപ്പിക്കുക. എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം.